ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. നമുക്കിന്ന് പ്രത്യേകമായിട്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ചൊന്ന് ധ്യാനിച്ചാലോ? പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ മനസ്സിലൂടെ നമുക്കൊന്ന് കടന്നു പോയാലോ? കുരിശിൽ കിടക്കുന്ന സർവശക്തനായ ദൈവം 3 ആണികളെ തറയ്ക്കപ്പെട്ട് ചോര വാർന്നു കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ എന്തെല്ലാമായിരിക്കും കടന്നുപോയിരിക്കുക? ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മംഗളവാർത്ത മുതൽ കുരിശിൻ ചുവട് വരെയുള്ള മാതാവിന്റെ 1-ാം ഘട്ടം, കുരിശിൻ ചുവട് മുതൽ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ 2-ാം ഘട്ടം. ഈ 2 ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. മംഗളവാർത്ത മുതൽ കുരിശിൻ ചുവട് വരെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ 1-ാം ഘട്ടത്തിൽ സഹനത്തിന്റെ ഒരു യാത്രയായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ സഹനയാത്ര. അത് വെറും കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു അല്ല, കനൽ വഴികളായിരുന്നു. മംഗളവാർത്ത മുതൽ കുരിശിൻ ചുവട് വരെ മാതാവ് കടന്നുപോയ ഓരോ ഘട്ടവും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കാണുന്നുണ്ട്. കനൽ നിറഞ്ഞ ജീവിത വഴികളായിരുന്നു അവ. അതുപോലെ തന്നെ കുരിശിൻ ചുവട്ടിൽ നിന്ന് തൻ്റെ ദിവ്യരക്ഷകന്റെ തിരുശരീരം കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ അമ്മ വരെയുള്ള ജീവിതത്തിന്റെ 2-ാം ഘട്ടത്തിൽ മാതാവിന്റെ ജീവിതം പ്രത്യാശയും ധീരതയും നിറഞ്ഞതായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും ഒന്ന് കടന്നു ചെന്നാലോ? പരിശുദ്ധ അമ്മ സഞ്ചരിച്ച അതേ വഴിയിലൂടെയല്ലേ നാം ഇന്ന് സഞ്ചരിക്കുന്നത്? ഈ 1-ാം ഘട്ടത്തിൽ മംഗളവാർത്ത മുതൽ കുരിശിൻ ചുവട് വരെയുള്ള മാതാവിന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായി നമുക്കൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം. നാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരം സഹനം നിറഞ്ഞ്, വേദന നിറഞ്ഞ്, ഒറ്റപ്പെടലും നിറഞ്ഞ് ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം മാതാവിനെ ശക്തിപ്പെടുത്തിയത് ദൈവത്തിലുള്ള പരിപൂർണ ആശ്രയമായിരുന്നു. സർവശക്തനായ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ സഹനവേളകളെല്ലാം സ്നേഹത്തിന് നൊമ്പരമായി സ്വീകരിക്കുവാനും അത് കൈകളിൽ ഏറ്റുവാങ്ങി കുരിശിൻ ചുവടിൽ ധീരതയോടെ നിൽക്കുവാനും സാധിച്ചത്. കുരിശിൻ ചുവട് മുതൽ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതവും ധീരത നിറഞ്ഞതായിരുന്നു. വിശുദ്ധ കുരിശിൽ നിന്ന് ശക്തിയും ധൈര്യവും സ്വീകരിച്ചുകൊണ്ട് അമ്മ ധീരതയോടെ ലോകത്തിലേക്ക് ഇറങ്ങി. അതെ, ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ലോകം മുഴുവൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് ലോകത്തിന് സുവിശേഷം പകർന്നു കൊടുക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. നമ്മുടെ ജീവിതവും കുരിശിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഇറങ്ങിത്തിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടായാലും പരിശുദ്ധ അമ്മയെ പോലെ കുരിശിൽ നിന്ന് ശക്തിയും ധൈര്യവും സ്വീകരിച്ചുകൊണ്ട് നാമും സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കണം. പരിശുദ്ധ അമ്മയാണ് നമുക്ക് മാതൃകയും മധ്യസ്ഥയും. പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് കുരിശിൽ നിന്ന് ശക്തിയും ധൈര്യവും സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഇറങ്ങിത്തിരിക്കാം. യേശുവിനായി നമുക്ക് സുവിശേഷ പ്രഘോഷകരാകാം.